ഇവിടെ നമുക്ക് കാണാം ഒരുപാട് സിസ്റ്റേഴ്സ് എല്ലാവരും നിൽക്കുന്നുണ്ട്. സിസ്റ്റർ ഏതാണ് കോൺഗ്രേഷൻ? വിൻസെൻഷൻ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ മാനന്തവാടിയാണ് ഞങ്ങളുടെ ജനറലേറ്റ്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ മാനന്തവാടിയിൽ തുടങ്ങുവാനായിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് അഭിമന്യ ജേക്കബ് തുങ്കുഴി പിതാവാണ്. കാരണം ഞങ്ങളുടെ സീനിയർ സിസ്റ്റേഴ്സ് ജർമ്മനിയിലായിരുന്നു. അവരവിടെ ഇവിടെ ഇന്ത്യയിൽ നിന്നും ജർമ്മനിക്ക് പോയി ഫോർമേഷനൊക്കെ കഴിഞ്ഞ് ഇന്ത്യയിൽ സ്വദേശത്ത് തന്നെ ഒരു കോൺവെന്റ് സ്ഥാപിക്കണം, ശാഖ ആരംഭിക്കണം എന്നൊക്കെ കരുതി ആഗ്രഹിച്ച് മാനന്തവാടിയിൽ വരികയും മാനന്തവാടി വന്ന് സ്വാഭാവികമായിട്ട് അഭിമന്യ പിതാവിനെ പോയി കണ്ട് സംസാരിച്ച് അത് 1973 മാനന്തവാടി രൂപം കൊണ്ട ആ കാലഘട്ടത്തിൽ തന്നെ, ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഞങ്ങളും ഇവിടെ വരുന്നത്. അന്ന് ഇവിടെ അധികം സിസ്റ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല മാനന്തവാടിയിൽ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുന്നു. എൻ്റെ പിതാവ് ജർമ്മനി ഞങ്ങളുടെ അമ്മമാരൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഇവിടെ മാനന്തവാടിയിൽ ജനറലേറ്റ് ആരംഭിക്കുകയും പിന്നീട് അത് ഇവിടെ വളർന്ന് വലുതായി ശാഖോപശാഖകളായിട്ട് ഞങ്ങളിവിടെ സേവനം ചെയ്യുന്നു. വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാനന്തവാടിയിലാണോ? കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്ന മാനന്തവാടിയിലാണ്. ഞങ്ങൾ ജർമ്മനിയിൽ നിന്നുള്ള സിസ്റ്റേഴ്സാണ്. ഞങ്ങളുടെ സീനിയർ സിസ്റ്റേഴ്സ് ജർമ്മനിയിൽ വിൻസെൻഷൻ കോൺഗ്രിഗേഷനിൽ ചേർന്ന് ഫോർമേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വദേശത്തേക്ക് തിരിച്ചു വന്ന് ഞങ്ങളിവിടെ സേവനം ആരംഭിക്കുകയാണ് ചെയ്തത്. വിശുദ്ധ വിൻസെന്റ് പോളിനെ തന്നെ ഒരു പാവപ്പെട്ടവരോടും പാർശ്വലിക്കപ്പെട്ടവരോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അല്ലേ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ ആഗ്രഹിച്ചതും ഞങ്ങൾ ആരംഭിച്ചതും ഏറ്റവും റിമോട്ടായിട്ടുള്ള, ആരും കയറി ചെല്ലാത്ത ഇടങ്ങളിലായിട്ടാണ്. ഏറ്റവും ആദ്യം മാനന്തവാടി എന്ന് പറയുമ്പോഴേക്കും ഒരു തെരുവക്കുന്നായിരുന്നു. ഞങ്ങളുടെ ആദിവാസി കേന്ദ്രമാണ്. ഇന്ന് അതൊക്കെ ഒരുപാട് ഡെവലപ്പായി. ഇന്ന് 50 വർഷം കഴിഞ്ഞ് ഞങ്ങൾ മാനന്തവാടിയിൽ വന്നിട്ട് 50 ഞങ്ങളുടെ ജൂബിലി ആഘോഷിക്കുകയാണ് ഈ വർഷം. ഒപ്പം മരക്കടവ് എന്ന് പറഞ്ഞാൽ കബനി നദിയൊക്കെ കടന്ന് അങ്ങോട്ട് പോവുക, വള്ളത്തിൽ കയറി പോവുക, ഭയങ്കര ശ്രമകരമായ ഒരു അങ്ങനത്തെ ഒരു പ്രദേശമാണ്. അവിടെ പോയി ഞങ്ങൾ കോൺവെന്റ് ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ചെന്നലോട്, പിന്നീട് കൽപ്പറ്റ, അങ്ങനെ 3-4 ഇടങ്ങളിലായിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വേങ്ങപ്പള്ളിയിൽ ഒരു ഹൗസ് ഉണ്ട് വയനാട്ടിൽ. അങ്ങനെ 5 ഹൗസുകളുണ്ട് വയനാട്ടിൽ തന്നെ. ഇനി അതിനുശേഷം ഞങ്ങൾ കോഴിക്കോട്ടേക്കും മറ്റ് രൂപതകളിലേക്കും ഒക്കെ ഞങ്ങൾ സ്പ്രെഡ് ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ വിഷയ പ്രവർത്തനം. പിതാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? ജേക്കബ് തുങ്കുഴി പിതാവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണം, വളരെ ലാളിത്യം നിറഞ്ഞൊരു പിതാവായിരുന്നു. ഞാനൊക്കെ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ 3ാമത്തെ ബാച്ചാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പാലായിൽ നിന്നാണ് വന്നത്. അവിടുത്തെ ഒരു സെറ്റപ്പും ബിഷപ്പ് ഹൗസ്, ആ ഒരു സെറ്റപ്പിൽ നിന്നും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊക്കെ ഭയങ്കര അതിശയമായിരുന്നു. ഞങ്ങളിവിടെ ആസ്പിരൻസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴൊക്കെ പറയാനുണ്ടായിരുന്നത്, ഞങ്ങളുടെ പിതാവ് എന്ത് നല്ല പിതാവാണ്, ഇങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, ഞങ്ങളോട് സംസാരിക്കുന്നു, ഞങ്ങളോട് ഇടപെടുന്നു. എപ്പോൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേരെ കാൻഡിഡേറ്റ്സിനെ എല്ലാവരെയും കണ്ട് കുശലം പറഞ്ഞിട്ട് ക്ഷേമാന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ച് മാത്രമേ പിതാവ് പോകത്തു. അത്ര വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് വളരെ സുസ്മേരവദനായിട്ട് സിമ്പിളായിട്ട് സംസാരിക്കുകയും എന്നാൽ ഇഷ്ടംപോലെ ജോക്കൊക്കെ പറയും, നല്ല തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും ഹൃദയത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, ഓർമ്മകളാണുള്ളത്. 20 പേര് വന്നിട്ടുണ്ട് മാനന്തവാടിയിൽ നിന്നും.